ആദ്യം ഷുക്കൂർ വക്കീലിലേക്ക്. വക്കീൽ, ഇന്നിപ്പോൾ ഈ കേസിൻ്റെ വിധി വന്ന ആ ഒരു നേരം കോടതിയിലായിരുന്നോ കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വളരെ വിശദമായി തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കുമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് വളരെ വിശദമായി തന്നെയാണ് ആ വിധി പ്രസ്താവം ഇന്ന് കോടതിയിൽ സംഭവിച്ചത്. അതിൻ്റെ ഓരോരോ വിശദാംശങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ തരത്തിലായിരുന്നു ഇന്ന് ആ സമയത്തെ ഒരു പൊതു സാഹചര്യം. വളരെ വിശദമായൊരു വിധി പ്രസ്താവമാണ് കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഈ കേസ്, ഈ വിധി പൊതുവിൽ നിരീക്ഷിച്ച വക്കീലിനെ സംബന്ധിച്ച്, ഷുക്കൂർ വക്കീലിനെ സംബന്ധിച്ച് എന്താണ്? പോലീസും പ്രോസിക്യൂഷനും ഒക്കെ വലിയ നിലയിൽ വിജയിച്ചിട്ടുണ്ട്. ഈ കേസ് പൂർണ്ണമായും ആ നിലയിൽ ഒന്നാം പ്രതിയുടെ ആ കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തതിലെ സാഹചര്യ തെളിവുകളൊക്കെ വലിയ തോതിൽ, അതുപോലെ ശാസ്ത്രീയ തെളിവുകളുമൊക്കെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ വക്കീൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ച പ്രത്യേകതയാർന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും 588 പേജുള്ള വിധിന്യായമാണ്. വിധി കംപ്ലീറ്റ് വായിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ പാർഷൻ ഞാൻ വായിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, ഈ ജഡ്ജ് അതിൻ്റെ 409 പാരഗ്രാഫിൽ ഈ കേസിൽ പ്രോസിക്യൂഷൻ, നമ്മുടെ സുഹൃത്ത് വിനീത് വക്കീലും അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് എടുത്ത പങ്കെത്ര വലുതാണെന്നും, അതുപോലെ ഡിഫൻസ് ലോയേഴ്സ് ശാസ്തമംഗലം അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സൊക്കെ എടുത്ത നിലപാടിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതി പറയുന്നത്, ഐ കൺഗ്രാജുലേറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ്, ദ എൻറ്റയർ പോലീസ് ടീം, doctors and scientific experts who have done a brilliant job in unearthing the truth behind a brilliant crime. This case is a golden feather on the top cap of Kerala Police, which successfully brought material digital and forensic evidence. Otherwise, it would have been a case of suicide or unnatural death. Unlike in the Esther years, the special investigation team made use of scientific methods so that it could convince all that everything was transparent. വളരെ അഭിമാനത്തോടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരെന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, നമ്മുടെ പോലീസ് ഇന്ത്യയിലെ മറ്റേത് അന്വേഷണ ഏജൻസിയേക്കാൾ മികവിൽ ഒരു ഡയറക്റ്റ് എവിഡൻസും ഇല്ലാത്ത ഒരു കേസിൽ ശാസ്ത്രീയ തെളിവും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉപയോഗിച്ച് കൃത്യമായി ഒരു കുറ്റകൃത്യം എത്ര ആഴത്തിൽ സംഭവിച്ചതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്താൻ നമ്മുടെ പോലീസ് ടീമിന് കഴിഞ്ഞു. ഇത് അഭിമാനകരമായൊരു സംഗതിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ജഡ്ജ്, അദ്ദേഹം വളരെ സർവീസിൽ ഒരുപാട് കാലം ഇരിക്കുന്ന ആളാണ്, എഴുത്തുകാരനാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്, മികച്ച സാമൂഹ്യ ബോധമുള്ള ഒരാളും കൂടിയാണ്. ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജഡ്ജ് ബഷീർ സാറ് വളരെ ഈ കേസിൻ്റെ ഓരോ ഭാഗം പരിശോധിച്ച് നോക്കുമ്പോഴും ഈ നമ്മൾ സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, ഈ ഒരു ഡയറക്റ്റ് എവിഡൻസിൽ കണ്ട സാക്ഷികളില്ലാത്ത കേസുകളിൽ ആ പ്രതിയെ ഈ കേസുമായി കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന ചെയിൻ ഓഫ് ഇൻസിഡൻറ്റ്, സംഭവങ്ങളുടെ ശൃംഖല മുറിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ കേസ് പരിശോധിച്ചപ്പോൾ ആ ശൃംഖല മുറിയാതെ ബന്ധിപ്പിക്കുന്നതിന് ഈ പോലീസ് ടീം ഉപയോഗിച്ച രീതി വളരെ അഭിനന്ദനാർഹമാണ്, പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഓരോ കേസ് സംഗതികൾ പരിശോധിക്കുമ്പോഴും ആ പെൺകുട്ടിയുമായും ഈ കൊല്ലപ്പെട്ടയാൾക്കുണ്ടായ ബന്ധം എന്താണ്, അവത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ആ പെൺകുട്ടി ഒരു പട്ടാളത്തിൽ സർവീസിലുള്ള ആളുമായിട്ട് വിവാഹം ഉറപ്പിക്കുക, ആ വിവാഹത്തിന് ശേഷം ഇവർ ആ കാര്യം ആ കുട്ടി ഈ കൊല്ലപ്പെട്ടയാളിന് മറച്ചു വെച്ച് അവരൊന്നിച്ച് പലയിടത്തും താമസിക്കുക, അങ്ങനെ അതിന് എല്ലാറ്റിനും വാട്സപ്പ് മെസ്സേജുകൾ, അതിന് താമസിച്ച രേഖകൾ, ഈ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് മെസ്സേജുകൾ വീണ്ടും കണ്ടെടുക്കുക, അതിന് ഉപയോഗിച്ച ടെലിഫോൺ ടവർ കൃത്യമായി കണ്ടുപിടിക്കുക, അതിൽ നമ്മുടെ ഓരോ സെൽഫോൺ ഉപയോഗിച്ച് അതിൻ്റെ പ്രൊവൈഡേഴ്സിനെ ഉപയോഗിച്ച് കൃത്യമായി സാക്ഷി പട്ടിക അവരെ ഉൾപ്പെടുത്തി അതിലെ സാക്ഷി മൊഴി കൊണ്ട് ഒരു ലിങ്ക് പോലും മുറിയാതെ എ മുതൽ സെഡ് വരെയുള്ള മുഴുവൻ അക്ഷരങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്ന മുഴുവൻ ലിങ്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കോടതിക്ക് മുമ്പാകെ സ്ഥാപിച്ചു എന്നതിൻ്റെ മികച്ച തെളിവാണ് ഈ കേസിൽ വധശിക്ഷ നൽകിയത്. ബഹുമാനപ്പെട്ട ജഡ്ജ് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഈ നേരിട്ട് തെളിവില്ലാതെ, അതായത് മറ്റ് തെളിവുകളുടെ നേരിട്ട് തെളിവില്ലാതെ
മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട് കുറ്റം കൃത്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെട്ട ക്രൈം വളരെ ഗുരുതരവും വളരെ ഹീനവും സമൂഹത്തിൽ ഞെടുക്കമുണ്ടാക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ കൊടുക്കാതിരിക്കുന്നത് ശരിയായ കീഴ്വഴക്കമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ വധശിക്ഷ കൊടുക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ജഡ്ജി പറയുന്നത്. അപ്പം വധശിക്ഷ കൊടുക്കാൻ മാത്രം കോടതിയെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നത് കേരള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൃത്യമായ ആ കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തി. അന്വേഷണം നടത്തിയ DYSPയുടെ ഹെഡ്ഷിപ്പിലുള്ള അന്വേഷണ ടീം എല്ലാ തെളിവുകളും കൃത്യമായി കണ്ടെത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒരു പഴുതുമില്ലാതെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രമല്ല ഡിഫൻസ് ലോയറെ കുറിച്ച് പ്രത്യേകം ജഡ്ജി പറയുന്നുണ്ട്. ഏറ്റവും പ്രാഗൽഭ്യമുള്ള ക്രിമിനൽ ലോയിലെ അതോറിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡിഫൻസ് ലോയറാണ് ആ കോടതിയിൽ ഡിഫൻസിന് വേണ്ടി ഹാജരായത്. അപ്പോൾ അത്രയും സ്ക്രൂട്ടനൈസ് ചെയ്ത് രണ്ട് ഭാഗം കൃത്യമായ വാദങ്ങൾ നിരത്തി കോടതിക്ക് കുറ്റകൃത്യം ഈ പെൺകുട്ടി തന്നെ കൃത്യമായി ചെയ്തു. 2 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച് രണ്ടാമത്തതിലാണ് ഈ അറ്റംപ്റ്റിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അത്ര കൃത്യമായ ആ കുട്ടി ഗൂഗിൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത മുഴുവൻ ലിങ്കുകളും എന്താവശ്യത്തിനായിരുന്നു സെർച്ച് ചെയ്ത് അതൊക്കെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറായത്. അത് വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നു.